ഇറാനുമായുള്ള സമാധാന കരാർ അന്തിമഘട്ടത്തിലേക്കെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ധാരണാപത്രത്തിലുണ്ടെന്നും അമേരിക്ക പറയുന്നു. കരാറിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുകയാണെന്നും താമസിയാതെ ശരിക്കും ഒരു 48 മണിക്കൂറിനത് പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് പറഞ്ഞെങ്കിലും സമാധാന കരാറുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ പ്രസ്താവന ഇറാൻ തള്ളി എന്നുള്ള വാർത്ത കൂടി വരുന്നു. തള്ളിയതിന്റെ കാരണം അത് പറയും. അമേരിക്കയിൽ ഇന്ന് പകൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ കരാർ സംബന്ധിച്ച് അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ധാരണാപത്രം ഏറെക്കുറെ തയ്യാറായതായിട്ട് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതിലെ ഏറ്റവും ഈ സുപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അത് തുറക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സമാധാന കരാറാണ് വരുന്നതെന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് അതല്ലാതെ വേറെ എന്തെങ്കിലും ആണവായുധം സംബന്ധിച്ചുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ട്രംപ് വ്യക്തമാക്കിയില്ല. മറ്റു വിശദാംശങ്ങൾ ഇപ്പോൾ ചർച്ചയിലാണ്. അത് പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ വൈകുന്നേരം മാധ്യമപ്രവർത്തകരെ കാണാൻ ഡൊണാൾഡ് ട്രംപ് ഇരുന്നത് ഇതിനു വേണ്ടിയായിരിക്കും. അതാണ് പിന്നീട് അത് ക്യാൻസൽ ചെയ്തത്. എന്നാൽ ഇറാന്റെ ഈ വാർത്താ ഏജൻസി ഫാഴ്സ് ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന് തന്നെ ആയിരിക്കുമെന്നാണ് അവർ പറയുന്നത്. അതേസമയം ഇന്ന് പകല് ഇതിന് മധ്യസ്ഥ വഹിക്കുന്ന പാകിസ്ഥാനും ഒരു നല്ല കരാർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ പാകിസ്ഥാൻ പ്രതിനിധികൾ പറഞ്ഞത്. പാകിസ്ഥാൻ സൈന്യം ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ എസ്കേന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് പകൽ രാവിലെ വെള്ളരിപ്രാവ് മുകളിലേക്ക് പറന്നു, പക്ഷേ രാത്രിയിൽ ആ പ്രാവ് തിരിച്ചു വന്നിരിക്കുക. എസ്കേൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.